ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ബേബിക്ക് വിസ എടുക്കാൻ വേണ്ടിയിട്ടാണ്. വിസ എടുക്കാൻ ക്രോയിഡനിലെ വിസ സെൻറ്ററിലോട്ടാണ് പോകുന്നത്. നമ്മുടെ ബേബി ജനിച്ചത് ഇവിടെയാണ്, യു കെയിലെ വർത്തിങ്ങിലാണ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് വിസ എടുക്കണം. അപ്പോൾ നമ്മൾ വിസ എടുക്കാൻ ക്രോയിഡനിൽ വിസ സെൻറ്ററിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ബേബി ജനിച്ചതിന് ശേഷം ആദ്യം നമ്മൾ ചെയ്തത് ഇവിടുത്തെ UK ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്തു. അതിനുശേഷം ഇന്ത്യൻ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്തു. പിന്നെ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തു. സോ 4th സ്റ്റെപ്പായിട്ടാണ് നമ്മൾ വിസ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വിസ സെൻറ്ററിൽ പോകുന്ന വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, സോ സ്നാക്സ്. ഇത് കൊള്ളാം ഗൈസ്, ടിക്ക പീനട്ട്. ഇത് UK യിലുള്ളവരാണെങ്കിൽ ടെസ്കോയിൽ ഇത് മേടിക്കാൻ പറ്റും. ഇത് നമ്മളെ നാട്ടിലെ വറുത്ത കപ്പലണ്ടിയിലേക്ക് ഒരു ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം, നല്ല ടേസ്റ്റാണ്. വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്തു. നമ്മൾ പാർക്കിംഗ് എത്തി, പാർക്ക് ചെയ്യാണ്. ഈ വിസ സെൻറ്ററിൻ്റെ അടുത്തുള്ള ഒരു കാർ പാർക്കിംഗ് ഏരിയയിലാണ് പാർക്ക് ചെയ്യുന്നത്. പാർക്കിംഗ് ഫീസ് 5 പൗണ്ടാണ്. അങ്ങനെ നമ്മൾ കാറ് പാർക്ക് ചെയ്തു. സോ ലിഫ്റ്റിനടുത്തേക്ക് പോവാണ്. ഇവിടെ ഒരാൾ ചെറുതായിട്ട് ബഹളം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിസ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഫീ എന്ന് പറയുന്നത് 650 പൗണ്ടാണ്. പ്ലസ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അതിന് സെപ്പറേറ്റ് ചാർജ് കൊടുക്കണം. 50 പൗണ്ട്സ് കൂടെ കൊടുക്കണം. ആരെങ്കിലും കാണുമെന്ന് നോക്കാൻ പോകും. 8:45 അപ്പോയിൻമെൻറ്റ്. ഇപ്പോൾ ടൈം 8:30 സംതിങ് ആയി. നമുക്കിനി നടന്ന് അവിടെ എത്തണം. നേരത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് വിസ എടുക്കാൻ വേണ്ടിയിട്ട് പോയത് വരെയാണ്. പക്ഷേ അതിനകത്തോട്ട് നമുക്ക് ക്യാമറ അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കാണിക്കാൻ പറ്റില്ല. കുഞ്ഞുങ്ങളെയും കൊണ്ട് വിസ എടുക്കാൻ പോകണവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവർ ഫീഡ് ചെയ്തിട്ട് മാത്രം കൊണ്ടുപോവുക. നമ്മളങ്ങനെയല്ല കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വന്നു. അപ്പോയിൻമെൻറ്റ് ടൈമിൽ ബേബി ഒത്തിരി കരഞ്ഞു. ഭയങ്കര ബഹളമായിരുന്നു. ഫസ്റ്റത്തെ കൗണ്ടറിൽ നമ്മൾ അപ്പോയിൻമെൻറ്റ് വേണം വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോയിൻമെൻറ്റിൻ്റെ ഇൻവിറ്റേഷൻ കാണിക്കണം. അപ്പോൾ ഫസ്റ്റ് കൗണ്ടറിൽ നമ്മൾ ഈ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കാണിച്ച് വെരിഫൈ ചെയ്തതിന് ശേഷം അകത്ത് ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെരിഫൈ ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റേഷൻ കൗണ്ടറാണ്. നമ്മൾ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് അവിടെ പറഞ്ഞാൽ 50 പൗണ്ട്സ് അടച്ചാൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം ബയോമെട്രിക്സ് കൗണ്ടറിലോട്ടാണ് പോയത്. ബേബി ആയതുകൊണ്ട് നമുക്ക് അവൻ്റെ ഫോട്ടോ മാത്രം അപ്ലോഡ് ചെയ്താൽ മതിയായിരുന്നു. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മിഡിലോട്ടാണ് പോയത്. കുറച്ച് സാധനങ്ങൾ മേടിക്കണമായിരുന്നു. ഫോട്ടോ എടുക്കാൻ അത്യാവശ്യം നല്ല പാടായിരുന്നു. ബേബീസ് ഡയറക്റ്റ് ഫേസ് ക്യാമറയ്ക്ക് കൊടുക്കുന്നില്ല. ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫേസ് തിരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ വിസ എടുക്കാൻ പോകുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ എന്തെങ്കിലും ഈ വിസ എടുക്കാൻ പോകുന്ന റിലേറ്റായിട്ട് സ്വന്തമായിട്ട് ആണ് ചെയ്തത്, മീൻസ് ഒരു വേറൊരാളുടെ ഹെൽപ്പില്ലാതെ ഡോക്യുമെൻറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എന്ത് കാര്യത്തിനെ കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടത് എന്നൊന്ന് കമൻറ്റ് ചെയ്താൽ അത് റിലേറ്റ് ചെയ്തിട്ടൊരു വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്ത് ടോപ്പിക്കിനെ കുറിച്ചാണ് വീഡിയോ ഇടേണ്ടതെന്ന് കമൻറ്റ് ചെയ്യണം.